നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കഴിക്കാൻ പോകുന്ന പൊറോട്ടയും ബീഫും ഈ കടയിൽ നിന്നാണ്. ഇതാണ് ഹോട്ടൽ ഐശ്വര്യ. ഏകദേശം 52 വർഷം പഴക്കമുള്ള ഒരു ഹോട്ടൽ. ശരിക്കും ഞാൻ എൻ്റെ വ്ളോഗിങ്, അതായത് പൊറോട്ട ബീഫ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്യാൻ പോയ ഹോട്ടലായിരുന്നു ഐശ്വര്യ. പക്ഷെ അന്ന് കട തുറന്നില്ല. അതിനുശേഷം വീണ്ടും ഒരു 2-3 തവണ പോയി, അന്നൊന്നും ഈ കട തുറന്നിരുന്നില്ല. പൊറോട്ട നല്ല ആവി പറക്കുന്ന ബീഫ്, നല്ല അടിച്ചു മുരിഞ്ഞ പൊറോട്ട. ഇതെന്റെ 4ാമത്തെ എപ്പിസോഡാണ്, പൊറോട്ട ബീഫിന്റെ 4ാമത്തെ എപ്പിസോഡ്. നിങ്ങൾ എൻ്റെ മാർക്ക് 3 എപ്പിസോഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് ഞാൻ കഴിക്കുന്ന എല്ലാ പൊറോട്ട ബീഫും നല്ല ചൂടോടെ ഉള്ള പൊറോട്ട ബീഫ് ആയിരിക്കും. അത് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടല്ല, ആ കടകളിൽ അങ്ങനെ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. നല്ല ചൂട് പൊറോട്ടയും, അല്ലെങ്കിൽ പൊറോട്ട എന്നല്ല, ഏത് ഭക്ഷണവും കൊടുക്കുന്നത് നല്ല ചൂടോടെ തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ പൊറോട്ട ബീഫ്. ഇവിടെ പൊറോട്ടയും ബീഫും കൂടാതെ വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ഒറട്ടി. കൈ ഒറട്ടി എന്നും അരി ഒറട്ടി എന്നും ഇതിനെ പറയും. നമ്മുടെ അരിപ്പത്രി അല്ല കേട്ടോ, അരി ഒറട്ടി വേറെ, അരിപ്പത്രി വേറെ. ഇത് കൈ കൊണ്ട് പരത്തി കുറച്ചും കൂടി കട്ടിയുള്ള ഒരു ഐറ്റമാണ് ഈ അരി ഒറട്ടി. എൻ്റെ നാട്ടിൽ അങ്ങനെ അധികം കടകളിലൊന്നും കിട്ടത്തില്ല. എൻ്റെ അറിവിൽ എനിക്ക് ഈ ഒരു കടകളിൽ മാത്രമേ ഈ സാധനം കിട്ടുന്നുള്ളൂ. ആ ഒറട്ടി പക്ഷെ കഴിക്കാൻ കിട്ടിയില്ല, അവിടെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പോയി കഴിക്കുന്നവർ ഒറട്ടയും കൂടി മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഒറട്ടി കിട്ടാത്തതുകൊണ്ട് പുള്ളി നമുക്ക് കുറച്ച് കപ്പയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കപ്പയും ബീഫും കൂടി കഴിച്ചു നോക്കാം. ഒരു രക്ഷയില്ല, നല്ല പൊളി സാധനം. ഇനി ഇത് വളരെ ചെറിയൊരു ഹോട്ടലാണ്. ഒരു 3 ഡെസ്കും 3 ബെഞ്ചും, അതിൽ 2 അകത്തും 1 വെളിയിലും. പാചകങ്ങൾ മുഴുവൻ വിറകടുപ്പിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. ഇതിന്റെ കൂടെ ഒരു ചൂട് ചായ, അന്തസ്. ഇനി ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചങ്ങംകുളങ്ങരയിൽ നിന്നും അകത്തേക്ക് പടിഞ്ഞാറേക്ക് കുറ്റിയടത്ത് മുക്ക്, ആ റോഡിന്റെ ലെഫ്റ്റ് സൈഡില് ഹോട്ടൽ ഐശ്വര്യ. അപ്പൊ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ചെയ്യണം, എല്ലാം ചെയ്യണം. നമ്മൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.